ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ വേർ ഈസ് മൈ ട്രെയിൻ ആപ്പ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിന്നാണോ നമ്മൾ കയറുന്നതെന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ തൃശ്ശൂരാണ് കോമൺ ആയിട്ട് കയറാറുള്ളത്. ദെൻ ഞാൻ പോകാറുള്ളത് കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മൾ അടിച്ചു കൊടുക്കുക. ദെൻ ഫൈൻഡ് ട്രെയിൻസ്, നമുക്ക് ഫൈൻഡ് ട്രെയിൻസ് ഇങ്ങനെ കിടക്കും. അതിൽ ഈസി ആയിട്ട് നമുക്ക് ഓൾ ഡേറ്റ് എടുത്തിട്ട് ഏത് ഡേറ്റ്, ടുഡേ ആണോ ടുമോറോ ആണോ, അപ്പോൾ നമുക്ക് ടുമോറോ നോക്കാം. ടുമോറോ നോക്കുമ്പോഴത്തേക്കും 12:10 AM മുതലാണ് കിടക്കുന്നത്. AM മുതൽ ലാസ്റ്റ് 11:43 PM വരെയുള്ള ട്രെയിനിൻ്റെ ലിസ്റ്റാണ് കാണുന്നത്, തൃശ്ശൂർ ടു കൊല്ലം. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് കോമൺ ആയിട്ട് എപ്പോഴും പോകുന്നത് നമ്മുടെ 5:13 പാലരുവി എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ഇതിൽ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോം, ഇത് കാണുന്നത് ഈ 1 എന്ന് കാണിച്ചേക്കുന്നതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ, നമ്മൾ ഏത് എത്തുന്നതെന്നുള്ളത്. അതിനുശേഷം നമുക്ക് ടൈം കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പുനലൂർ ഞാൻ കയറിയാൽ ഉടനെ തന്നെ നമ്മുടെ ഇൻസൈഡ് ആണോ എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ GPS ഓട്ടോമാറ്റിക്കലി വർക്കായിട്ട് നമ്മുടെ ഇൻസൈഡ് ആണോ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രെയിനുള്ളിൽ അല്ലാത്തതുകൊണ്ടാണ്. ട്രെയിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ GPS വഴി നമ്മൾ എവിടെയാണ് എത്തിയേക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിന് ശേഷം അലാറം, നമുക്കിപ്പോൾ എനിക്ക് പുനലൂരാണ് ഇറങ്ങേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്ത് നമ്മുടെ കൊല്ലമാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്തിന് എത്തുന്നതിന് മുന്നേ നമുക്ക് അലാറം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഡെസ്റ്റിനേഷൻ കൊടുക്കാനായിട്ട് കൊല്ലം. അപ്പോൾ ഞാൻ കൊല്ലത്തിന് മുന്നേ കൊല്ലം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ 10 മിനിറ്റ്, കൊല്ലം എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പാണോ 15 മിനിറ്റ്, അത് കൊല്ലം എത്തിക്കഴിഞ്ഞിട്ട് മതിയോ, അല്ല 50 മിനിറ്റ് മുന്നേ അടിക്കണോ, അങ്ങനെയുള്ള നിരക്ക് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 10 മിനിറ്റ് മുന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സെറ്റ് അലാറം കൊടുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ, നമുക്ക് കൊല്ലം എത്തുന്നതിന് 10 മിനിറ്റ് മുന്നേ തന്നെ നമ്മുടെ അലാറം അടിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ 11:10 ട്രെയിൻ എത്തുന്നതെങ്കിൽ 11 മണിയാകുമ്പോൾ നമ്മുടെ അലാറം അടിക്കും. ഇപ്പോൾ നമ്മൾ ഉറങ്ങിയൊക്കെ കിടക്കുന്നവരാണെങ്കിൽ നമുക്ക് ഉണരാനും ഒക്കെ ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ട്രെയിനിൻ്റെ കോച്ചാണ് ഈ കാണിക്കുന്നത്. UR എന്ന് പറയുന്നത് അൺറിസർവ്ഡ് ആണ്, അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റാണ് ഈ കാണിച്ചേക്കുന്നതെല്ലാം. അതുപോലെ ഇത് സ്ലീപ്പർ 1, 2, 3, 4, 5 കമ്പാർട്ട്മെൻറ്റാണ് റിസർവേഷൻ വരുന്നത്. ഇത് 1, 11, 12, 13, 14 ഒക്കെ വരുന്നത് എൻജിൻ്റെ നമ്പറാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മേലെ ബോർഡിലുണ്ടാവും എൻജിൻ നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്ക് 13 URലാണ് കയറേണ്ടതെങ്കിൽ നമ്മൾ 13ാമത്തെ നമ്പറിൽ വന്നു നിന്നാൽ നമുക്ക് ആ URൽ കയറാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ നമ്പർ S2 ആണ്, ഞാൻ റിസർവേഷൻ എടുത്തെങ്കിലും നമ്മൾ ഏഴാമത്തെ എൻജിൻ നമ്പറിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ S2ൽ നമുക്ക് കയറാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അലാറം നമ്മൾ നോക്കി